بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا عباد الله പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്ലാസ് വീണ്ടും പുനരാരംഭിക്കുകയാണ്. സൂറ അൽ ഫുർഖാനിന്റെ അവസാന ഭാഗമാണ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ അല്ലാഹുവിന്റെ അടിമകളുടെ സവിശേഷമായ സ്വഭാവങ്ങൾ വിശദീകരിക്കുന്നതായിട്ട് 6 സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 7ാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന ഭാഗമാണ് ഈ ആയത്തോടു കൂടി ആരംഭിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. والذين لا يشهدون الزور. അവർ കളവിനും കള്ളത്തരത്തിനും സാക്ഷി നിൽക്കാത്തവരാണ്. ഷഹിദ യശ്ഹദു എന്ന് പറഞ്ഞാൽ സാക്ഷി നിന്നോ അല്ലെങ്കിൽ അതിന് സാക്ഷിയായി എവിടെ കളവ് നടക്കുകയാണെങ്കിലും കള്ളത്തരങ്ങൾ നടക്കുകയാണെങ്കിലും അതിൽ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ആകട്ടെ അത് വിശ്വാസികളായ ആളുകൾ കൂട്ടു നിൽക്കുകയും ഈ കള്ളസാക്ഷ്യം വഹിക്കുക എന്നൊരു സംഗതി എന്തെങ്കിലുമൊക്കെ കേസൊക്കെ വരികയാണെങ്കിൽ സത്യസന്ധമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സാക്ഷി പറയുക, അതും ഈ സൂറിൽ ഉൾപ്പെടും. അതടക്കമുള്ള എല്ലാ കള്ളത്തരങ്ങളും സൂർ എന്ന പദത്തിൽ അത് ഉൾക്കൊള്ളുമെന്നാണ്. വല്ലദീന ലാ യുഅ്തൂന ഷഹാദാത്തിൽ കാദിബ, അതാണ് കള്ളസാക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വലാ യുസാഇദൂന അഹ്ലൽ ബാത്തിലി അലാ ബാത്തിലിഹി, ഹഖല്ലാത്ത എന്ത് പണി ചെയ്യുന്ന ആളുകൾ അവർക്ക് പിന്തുണയോ സഹായമോ അതേപോലെ തന്നെ അതിന് സാക്ഷിയായി നിൽക്കുക പോലുമില്ല എന്നാണ്. അത് കണ്ടും കൂടി ചെയ്യുക. ഒരു തിന്മ കാണുകയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തിന്മ ചെയ്യുന്നത് കണ്ടാൽ ആദ്യം നമുക്ക് കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് തടയാൻ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അയാളെ തെറ്റിൽ നിന്നും തിന്മയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയണം. അതിനൊന്നും കഴിയില്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് അത് വെറുക്കുക തന്നെയെങ്കിലും വേണം. അതാണ് നമ്മുടെ ഈമാനിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള അവസ്ഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങളിൽ ഒരാൾ മുങ്കർ കാണുകയാണെങ്കിൽ
فليغيره بيده وإن لم يستطع فبلسانه وإن لم يستطع فبقلبه وذلك أضعف الإيمان എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കളവുകൾക്ക്, കള്ളസാക്ഷ്യങ്ങൾക്ക്, കള്ളത്തരങ്ങൾക്ക്, വ്യാജമായിട്ടുള്ള ഒരു കാര്യത്തിനും സാക്ഷി നിൽക്കാത്തവരാകുന്നു എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഇത് ഒരു ടീം ഒന്നിച്ചങ്ങനുണ്ട് ഒരു വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഒരുങ്ങുകയാണെങ്കിൽ, ഞാനിപ്പോ അതിൽ പെട്ട ഒരാളല്ല. അപ്പൊ ഞാനിപ്പോ എങ്ങനെയാണ് ഒറ്റക്ക് അതിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ അതിനെതിരാവുക, എന്നെ കുറിച്ച് അവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ധാരണയുമാർക്ക് ഉണ്ടാകാൻ പാടില്ല. വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലഗ്വ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അനർത്ഥങ്ങളായി എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനൊക്കെ അറബിയിൽ എന്ത് പറയാം? ലഗ്വ്. അർത്ഥവത്തല്ലാത്ത എല്ലാ കാര്യങ്ങളും എന്തിൽ പെടും? ലഗ്വിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയോജനവും ഉപകാരവും കിട്ടാത്ത എന്തെന്ത് കാര്യങ്ങളുണ്ടോ അതൊക്കെ ലഗ്വിൽ ഉൾപ്പെടുമെന്നാണ് പറയുന്നത്. സൂറ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, وَإِذَا سَمِعُوا اللَّغْوَ أَعْرَضُوا عَنْهُ وَقَالُوا لَنَا أَعْمَالُنَا وَلَكُمْ أَعْمَالُكُمْ سَلَامٌ عَلَيْكُمْ لَا نَبْتَغِي الْجَاهِلِينَ. സൂറ ഖസസിലെ 55-ാമത്തെ ആയത്തിൽ ഇങ്ങനെ ലഗ്വിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അല്ലാഹു പറയുന്നത്, വഇദാ സമിഉൽ ലഗ്വ, അവർ ഇതേപോലെയുള്ള അനർത്ഥങ്ങളായ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവിടുന്ന് അവർ പിന്തിരിഞ്ഞു പോകും. വിശ്വാസികൾ എന്നിട്ട് അവർ പറയും, ലനാ അഅ്മാലുന, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ ഇതെന്തല്ല ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ പണിയല്ല, ഇത് ഞങ്ങളുടെ ജോലിയില്ല. വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാം. ഞങ്ങൾക്ക് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞോളൂ. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി. സലാമുൻ അലൈക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് സലാം. ലാ നബ്തഗി അൽ ജാഹിലീൻ, ഇതേപോലെയുള്ള അവിവേകികളായ ആളുകളെ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിവേകങ്ങളും അനർത്ഥങ്ങളും നമുക്ക് ചേരാത്ത അസംബന്ധങ്ങളായ കാര്യങ്ങളും നടക്കുന്നിടത്ത് നിന്നൊക്കെ പിന്തിരിഞ്ഞു പോയി നമ്മൾ നമ്മുടേതായ സ്വഭാവവും സംസ്കാരവും നമ്മുടേതായ പ്രവർത്തനങ്ങളുമായി മുഴുകുന്ന ഒരു അവസ്ഥയുണ്ടാകണം എന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നീഹി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മുസ്ലിമിന്റെ ഇസ്ലാം നന്നായി തീർന്നിട്ടുണ്ട് എന്നതിന്റെ അടയാളം, നമ്മുടെയൊക്കെ ഇസ്ലാം നല്ല ഇസ്ലാമാണ് എന്ന് നമുക്ക് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. എങ്ങനെയാണത്? തർക്കുഹു മാ ലാ യഅ്നീഹി, നമുക്ക് ചേരാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇസ്ലാമിക സംസ്കാരത്തിന് യോജിക്കാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം, അതൊക്കെ വെടിയണം. അതിൽ നിന്നൊക്കെ അകലം പാലിച്ച് കഴിയുന്ന, അത് നമുക്ക് ചേരുന്നതല്ലല്ലോ, അത് നമുക്ക് പറ്റുന്നതല്ലല്ലോ എന്ന നിലക്ക് തന്നെ അതിനെ ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതിന്റെ ഒരു ഭാഗം കൂടിയായിക്കൊണ്ടാണ് പറയുന്നത്, മാന്യന്മാരായി അവർ എന്ത് ചെയ്യും? നടന്നു പോകുന്നു. ഈ ഖൗലുസ്സൂർ, അതുപോലെ തന്നെ ഷഹാദത്തുസ്സൂർ, കള്ളസാക്ഷ്യങ്ങളാണെങ്കിലും കള്ള വാക്കുകളാണെങ്കിലും അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളായിക്കൊണ്ടായിരുന്നു
സഹാബത്ത് കണ്ടിരുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ ശിക്ഷ വരെ നടപ്പിലാക്കിയിരുന്നതാണ്. വകാന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യുജ്ലിദു ഷാഹിദ അസ്സൂർ 40 ജൽദ, 40 അടി കള്ളസാക്ഷി നിന്ന ഒരാളെ ആ ശിക്ഷ വരെ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എട്ടാമത്തെ സ്വഭാവം والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. والذين അവർ ഒരു വിഭാഗം ആളുകളാണ്. ഇദാ ദുഃഖിറൂ അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ, എന്ന് പറഞ്ഞാൽ ഉത്ബോധനം നൽകപ്പെട്ടു. അടുത്ത കാലത്ത് കുറച്ച് ചർച്ചാ വിഷയമായ ഒരു ആയത്തം കൂടിയാണ്, സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചത്. എന്ന് പറഞ്ഞാൽ ഉത്ബോധനം നൽകപ്പെട്ടു. എന്തുകൊണ്ടാണ് അവർക്ക് ഉത്ബോധനം നൽകപ്പെടുന്നത്? ബിആയാതി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ ആയത്തുകൾ കൊണ്ട്. ഇവിടെ ആയാത്ത് റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഖുർആന്റെ ആയത്തുകളൊക്കെയാണ്. കാരണം വിശ്വാസികളായ നമുക്ക് ഉത്ബോധനം ലഭിക്കേണ്ടത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട്. വദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. സൂറ ഖാഫിന്റെ അവസാനം അല്ലാഹു പറയുന്നത് എന്താണ്? വദക്കിർ ബിൽ ഖുർആൻ. എന്തുകൊണ്ടായിരിക്കണം ഉത്ബോധനം? ഖുർആൻ കൊണ്ട് നീ ഉത്ബോധിപ്പിക്കണം. ആരെ? മൻ യഖാഫു വഈദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വഅദ, അത് ഭയപ്പെടുന്ന ആളുകളെ ഉത്ബോധിപ്പിക്കുന്ന വിശ്വാസികളെ. അപ്പൊ ഇവിടെ അല്ലാഹുവിന്റെ ഏത് ആയത്തുകളെ കൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെട്ടാലും ഈ സമൂഹം, വിശ്വാസികൾ ലം യഖിറൂ അലൈഹാ, അവർ ഒരിക്കലും തന്നെ അതിൽ വീഴുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്വീകരിക്കുകയില്ല. സുമ്മം വഉമിയാന, അന്ധരായും ബധിരരായും ആയിക്കൊണ്ടല്ല അത് അവർ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. അപ്പൊ ഖുർആന്റെ ആയത്ത് കേട്ടാൽ അതിനെ കുറിച്ച് നല്ലോണം എന്ത് ചെയ്യും? ചിന്തിക്കുകയും ആലോചിക്കുകയും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഗുണപാഠങ്ങളൊക്കെ സ്വീകരിക്കുകയും അങ്ങനെ അല്ലാഹുവിന്റെ ഈ ആയത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് വിശ്വാസികൾ എന്ത് ചെയ്യുക? അല്ലാഹുവിന്റെ ആയത്തിനെ സ്വീകരിക്കുക. അതിനെ അവഗണിക്കുകയോ അതിനെ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും വിശ്വാസികൾക്ക് ഉണ്ടാവുകയില്ല. എന്നാൽ അതിനെ അവഗണിക്കുക, പരിഗണിക്കാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ള സ്വഭാവം ആർക്കാണ് ഉണ്ടാവുക? വിശ്വാസം ഇല്ലാത്ത ആളുകൾക്കാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് സുമ്മ എന്ന് പറഞ്ഞാൽ ബധിരനാണ്, കേൾക്കാത്ത പോലെ. ഖുർആനിന്റെ ആയത്ത് കേട്ടാലും കേൾക്കാത്ത പോലെ കഴിയുക. ഉമ്മി എന്ന് പറഞ്ഞാൽ അന്ധനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെയും അതുപോലെ അവന്റെ സൃഷ്ടിവൈഭവങ്ങളെയും കുറിച്ചൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത രീതിയിൽ ഇതൊക്കെ കാണാതെ കണ്ണുപൊട്ടന്മാരായി കഴിയുന്ന ഒരവസ്ഥയായിരിക്കില്ല വിശ്വാസികൾക്ക് ഉണ്ടാവുക. ഇത് ആരുടെ അവസ്ഥയാണ്? ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കുഫാർ, സത്യനിഷേധികളുടെ അവസ്ഥ, മുനാഫിഖീൻ, കപട വിശ്വാസികളുടെ അവസ്ഥ. അല്ലാഹുവിന്റെ കലാമ് കേട്ടാൽ അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു സ്വാധീനം ഉണ്ടാവില്ല. അപ്പോ അല്ലാഹുവിന്റെ കലാമ് കേട്ടാൽ അതുകൊണ്ട് ജീവിതത്തിൽ സ്വാധീനങ്ങളും തഫ്സീറുകളും ഉണ്ടാകുന്നവരാകും ആര്? അല്ലാഹുവിന്റെ അടിമകളായ ഇബാദുർ റഹ്മാൻ എന്നുകൂടിയാണ് ഈ ആയത്തിന്റെ ആശയം. കാരണം ഖുർആൻ തന്നെ അവതരിപ്പിച്ചത് ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ശരിക്കും ചിന്തിക്കുവാനും ആലോചിക്കുവാനും പഠിക്കുവാനും വേണ്ടിയാണ് എന്ന് ഖുർആൻ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ എന്നുള്ളതാണ്
പറയുന്നുണ്ട്. ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ല. തദബ്ബുർ എന്ന് പറഞ്ഞാൽ പരിചിന്തനം, ഗവേഷണം, ഉറ്റാലോചന, സീരിയസ് തിങ്കിങ് ആണെന്ത് തദബ്ബുർ. വെറുതെ ആലോചിക്കുക. അള്ളാഹുവിന്റെ ഓരോ ആയത്തുകളെ കുറിച്ചും ഗൗരവപൂർണമായ ചിന്തയും പഠനവും ആലോചനയും നടത്തണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂട്ടുകളുണ്ടോ? ഹൃദയം പൂട്ടിവെക്കാനല്ല, ഹൃദയം തുറന്നിട്ട് കൊണ്ട് നമ്മുടെ മനസ്സിന്റെ വാതയാനങ്ങളെ, ഹൃദയകവാടങ്ങളെ അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് മുമ്പിൽ തുറന്നിട്ട് കൊണ്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും അതിൽ നിന്ന് കിട്ടേണ്ട എല്ലാ വിജ്ഞാനങ്ങളും, വിജ്ഞാനത്തോടൊപ്പം തന്നെ വിശ്വാസവും ഈമാനും വർദ്ധിക്കുക. ഖുർആൻ കേൾക്കുന്ന മാത്രയിൽ നമുക്ക് വിജ്ഞാനം വർദ്ധിക്കുന്നതോടുകൂടി തന്നെ എന്തുകൂടി വർദ്ധിക്കുന്നുണ്ട്? ഈമാൻ. അതുകൊണ്ടാണ് സൂറ അൻഫാലിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഖുർആൻ കേട്ടാൽ സാദത്തുഹും ഈമാൻ, ഈമാൻ അവർക്ക് വർദ്ധിക്കും. ഇതൊക്കെ ഖുർആൻ കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങളായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, വല്ലദീന ഇദാ ദുഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന. അന്ധരും ബധിരരുമായി അതിൽ മുഖം കുത്തി വീഴുന്നവരല്ല അവർ. എന്നാൽ അല്ലാഹുവിന്റെ ആയത്തുകൾ 5 രീതിയിൽ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് സമീപിക്കാം. അതുകൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും? നേട്ടം. ഒന്നാമത്തെ എന്താണ്? ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുക. കേട്ടാൽ അതുകൊണ്ട് എന്തുണ്ട്? പ്രതിഫലം. ഖുർആൻ കേൾക്കുന്ന മാത്രയിൽ നമ്മൾ സ്വീകരിക്കേണ്ട മര്യാദകളെ കുറിച്ച് കൂടി പറയുന്നത് ഖുർആൻ. നിങ്ങൾ ഖുർആൻ കേൾക്കുകയാണെങ്കിൽ വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും മൗനം പാലിക്കുകയും ചെയ്യണം. ഖുർആൻ ഓതുന്നിടത്ത് വേറെ വർത്താനം പാടില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ കലാം എന്ന നിലയ്ക്ക് അതിനെ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നാൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. ഖുർആൻ ഓതിയാൽ എന്തുണ്ട്? അതുകൊണ്ട് പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾ, നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവർ. ഇവിടെ പറഞ്ഞത് നിസ്കാരത്തിന്റെ കാര്യത്തിന് മുന്നേ അല്ലാഹ് പറഞ്ഞത് എന്താണ്? തിലാവത്തുൽ ഖുർആൻ. അപ്പൊ നമസ്കാരത്തെക്കാൾ മുൻഗണന നൽകി എന്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആൻ? തിലാവത്തുൽ ഖുർആനിനെ. അതൊരു ഇബാദത്ത് തന്നെയാണ്. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും അല്ലാഹു നമുക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ നല്ല ബിസിനസ് ചെയ്യുന്നവരാണ്. ബിസിനസ്സുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ അല്ലേ? പക്ഷെ ഈ ബിസിനസ്സിൽ എന്തില്ല? നഷ്ടമില്ല. തിജാറ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടത്തിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ള പറയുന്നത്. 2 കാര്യം. എത്ര കാര്യം പറഞ്ഞത്? 5. മൂന്നാമത്തെ എന്താണെന്നോ, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് മനഃപ്പാഠമാക്കാൻ കൂടി ശ്രദ്ധിക്കണം. ഖുർആൻ മനഃപ്പാഠമാക്കാൻ നമുക്ക് മനഃപ്പാഠം ഉണ്ടാവും കുറെ അല്ലേ? പക്ഷെ അതും എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനഃപ്പാഠത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കൂടി ശ്രമിക്കണം. അതിനു വേണ്ടിയാണ് ശരിക്കും നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. നിസ്കാരത്തില് 5 വക്തുള്ള നിസ്കാരത്തില് നമ്മൾ സ്വന്തം ഓതുന്നത് എത്ര വക്തിലാണ്? നമ്മൾ സ്വന്തം ഓതുന്നത്
എത്ര വക്തില? 2. അതേതൊക്കെയാ? ലോറും അസറും. അത് നമ്മൾ നിസ്കാരത്തിൽ എന്ത് ഓതണം എന്ന് തിരഞ്ഞെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളൊരു ചാൻസാണ് 2. 3 വക്തില് എന്ത് ഓതണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഇമാം എന്താണോ ഓതി നമ്മളെ കേൾപ്പിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം? കേട്ടുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് മനഃപ്പാടമില്ലാത്ത ഖുർആൻ ഭാഗങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കേൾക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഇമാമിന്റെ ക്വാളിഫിക്കേഷനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആര് ഇമാം നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ ഇമാം കണ്ടേ? ബംഗാളി നിൽക്കണം, അല്ലെങ്കിൽ ബീഹാരി നിൽക്കണം, അതാണ് ജാർഖണ്ഡുകാരൻ നിൽക്കണം. ഇവിടെ ബീഹാർ, ഈ പള്ളിയിൽ ബീഹാർ. റസൂൽ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ മനഃപ്പാടമുള്ളവനാണ് എന്ത് ചെയ്യേണ്ടത്? ഇമാമത്ത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ യോഗ്യന്മാർക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുടങ്ങിയതിൽ ഒന്നാമത്തേത് ഖുർആൻ കൂടുതൽ അറിയുന്ന ആളാകണം. അപ്പൊ എന്തിനു വേണ്ടിയാണ്? അതറിയാത്ത ആളുകൾക്ക് ഖുർആന്റെ പാഠഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി. അപ്പൊ കേൾക്കുമ്പോൾ ഉള്ള ഒരു റഹ്മത്ത്, നിസ്കരിക്കുമ്പോൾ തന്നെ നമ്മൾ ഖുർആൻ ഓതി കേട്ടാലും എന്തായി? അത് കേൾക്കുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും നിസ്കാരത്തിനും കൂലിയായത് കേൾക്കുന്നതിനും എന്തായി? കൂലിയായി. ഖുർആൻ ശ്രദ്ധിക്കുന്നതിന് കൂലിയായി. നോക്കണം. എന്നാൽ നമ്മുടെ ഹിഫ്ള്, നമുക്ക് മനഃപ്പാടമുള്ള ഹിഫ്ള് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് 2 വക്ത് എന്ത് ഓതണം എന്ന് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് ചെറിയ ഇമാമാണെങ്കിലും, ഇനി ഹറമിലെ ഷെയ്ഖ് സുദൈസ് ഇന്ന് മഗ്രിബിന് അവിടെ ഇമാമ നിൽക്കാന്ന് വിചാരിക്കുക. എന്നാലും ഇമാമത്തിന് മുമ്പ് എന്ത് ഓതണം എന്നത് ആര് തീരുമാനിക്കും? ഇമാമന്മാർ തീരുമാനിക്കും. വേഗം നിന്നിട്ടുള്ള ഒന്നാമത്തെ റക്അത്തിൽ ഇന്ന ഭാഗം, രണ്ടാമത്തെ റക്അത്തിൽ ഇന്ന ഭാഗം. അത് കാരണം അള്ളാന്റെ മുമ്പൊക്കെ നമ്മളെ പോകണം. അള്ളാഹുവിനോട് എന്ത് പറയണം എന്നൊക്കെ തീരുമാനിച്ച് കുറച്ചൊക്കെ നല്ല വിചാരത്തോടു കൂടി ഒരുങ്ങി തന്നെയാണ് ഇബാദത്ത് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഈ ചാൻസ് ആണ് നമുക്കും കൂടി തരുന്നത്. എന്തിനു വേണ്ടിയാണെന്നോ? നമുക്ക് മനഃപ്പാടുള്ള ഖുർആൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ആരും ആ കാര്യം ശ്രദ്ധിക്കണേ. എന്നുള്ള നമസ്കാരത്തിന് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്നാമത്തെ റക്അത്തിൽ എന്ത് ഓതണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ടോ? തീരുമാനിക്കാറുണ്ടോ? അതൊന്ന് ആലോചിച്ചു. തീരുമാനിക്കാറുണ്ട്. ളുഹറിന് മുമ്പ് പഠിച്ചോനെ ഒന്നാമത്തെ റക്അത്തിൽ ഇന്ന ഭാഗമാകണം, രണ്ടാമത്തെ റക്അത്തിൽ ഇന്ന ഭാഗമാകണം. അസ്റിന് നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്. നമ്മള് മൗമൂമിങ്ങളാണ്. അപ്പൊ ആ നിസ്കാരത്തിൽ എല്ലാ ആളുകളും ഓതുന്നത് വ്യത്യസ്തമായിരിക്കും. ഇമാമുമാരെയായിരിക്കും ഓതുക, ഓരോ മൗമൂമിങ്ങളും കാരണം തിരഞ്ഞെടുക്കാനുള്ള അവസരവും അവകാശവും എല്ലാവർക്കാണ് പഠിച്ചോൻ ളുഹറിനും അസ്റിനും നൽകുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളെല്ലാവരും ഓതുക ഏതായിരിക്കും? ആ കൊല്ലിയാൽ കാക്കലും ഇന്നായത്തിനാക്കലും ആ വൈമല്ലിക്കുള്ളി അൽക്കാരിയ മൽക്കാരിയ അവിടുന്ന് അങ്ങോട്ട് പോകുന്ന പ്ലാൻ ചെയ്യുന്നില്ല, ഒരുങ്ങുന്നില്ല. അപ്പൊ നമ്മളെ ഹിഫ്ള് എങ്ങനെ ഉണ്ടാവില്ല? ഹിഫ്ള് അങ്ങനെ. അപ്പൊ ഞാൻ പല ക്ലാസ്സിലും അത് പറയാറുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയായിരിക്കും എന്റെ ഓർമ്മ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കയ്യിലൊക്കെ മുസാഫില്ലേ? മുസാഫിന്റെ പിൻഭാഗത്തൊരു ഇൻഡെക്സ് ഡാനിഷ് മുസാഫ്. ഇതാ 114 സൂറത്തുണ്ട്.
നമുക്ക് അൽബക്കർന്ന് തുടങ്ങുക, ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുക. ഹിഫ്ള് നോക്കുമ്പോൾ സൂറത്തുൻ നാസ്, ഇവിടുന്ന് അങ്ങോട്ട് സൂറത്തുൻ നബഅ, ജുസ്, ഒന്നാമത്തെ ജുസിൽ മിക്കവാറും നമ്മുടെ മദ്രസ ക്ലാസ്സിലൊക്കെ നമ്മൾ മനപ്പാടമാണ്. ഇപ്പൊ കുട്ടികള് 5ാം ക്ലാസ് പാസ്സാകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുൽക്ക് വരെയുള്ള ഭാഗങ്ങൾ മനപ്പാടമാണ് അങ്ങോട്ടുണ്ടാകുന്നത്. പിന്നെ അതിൽ കൂടുതൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇതിൽ നമുക്ക് മനപ്പാടമുള്ള സൂറകൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ടിക്കെടുക്കണം. ഇനി എല്ലാം എന്തെങ്കിലും കുറച്ചൊക്കെ മനപ്പാടില്ലാത്ത, കുറച്ചൊക്കെ കിട്ടും, പകുതി വിട്ടുകൊടുത്താൽ അത് കൂടുതൽ പഠിക്കാൻ നോക്കും. ഹിഫ്ളിൽ എന്തുണ്ടാകണം, നമുക്കൊരു പുരോഗതി. എത്ര കാലായി നമ്മൾ ഈ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ ക്ലാസ്സും സംഘടിപ്പിക്കുന്നത് പറഞ്ഞതാണ്, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആൻ കൽ ബൈത്തിൽ ഖരീബ്. നമ്മുടെ മനസ്സ് തകർന്നടിഞ്ഞൊരു വീട് പോലെ ഒന്നിനും പറ്റാത്ത കോലത്തിലാകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് പരിഷ്കരണം വരുത്തണം. വീട്ടിൽ പരിഷ്കരണം വരുത്തൂല. നമ്മൾ കുറെ കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ പെയിന്റൊക്കെ ഒന്ന് മാറ്റണം തോന്നുന്നു, അതിന്റെ ഡിസൈനൊക്കെ ഒന്ന് മാറ്റണം തോന്നുന്നു, മതിലൊക്കെ കുറച്ച് വേറെ മതിലാക്കുക, ഗേറ്റൊക്കെ മാറ്റി നല്ല ആകർഷണീയമായ ഗേറ്റുകളൊക്കെ വെക്കും. വീടൊക്കെ നമ്മളിപ്പോൾ ഒന്ന് അലങ്കരിച്ച് നിർത്താൻ ആഗ്രഹിക്കും. പക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മൾ അലങ്കരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഖുർആനിനെ കൊണ്ടാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ സഹോദരന്മാരെ, സഹോദരികളെ, ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ നോർമ നമ്മൾ എന്താ ഓതുക എന്നുള്ള തീരുമാനം ഏതാ ഓരോരുത്തർക്ക് ഇഷ്ടമല്ലേ ചോയ്സാണ്. അങ്ങനെ ഓരോ വക്തിലും നോറിലും അസറിലും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് ഓതിയ തന്നെ ഓതാതെ പുതിയ ഓതണം, ഹിഫ്ളാക്കണം എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാകും? അവിടെ മൂന്നാമത്തെ രീതിയിൽ ഖുർആനിനെ നമ്മൾ സമീപിക്കേണ്ടത്, ഒന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുക. കേട്ടാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും. ശ്രദ്ധാപൂർവം കേൾക്കുക. നമ്മൾ ഖുർആൻ ബൈഹാർട്ടാക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് കേട്ടിട്ട്. നമ്മൾ പഠിച്ച പല സൂറത്തുകളും നമുക്ക് മനപ്പാടമുള്ളത് എങ്ങനെയായിരിക്കും? ഇമാം ഓതി കേട്ടിട്ടില്ലേ? ഇമാം ഓതുന്നത് കേട്ടിട്ട് തന്നെയായിരിക്കും അധികം സൂറകൾ നമ്മൾ മനപ്പാടമാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ മൊബൈലിൽ നമ്മൾ കേട്ടാൽ മതി, വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ആ സൂറ അറിയാതെ മനപ്പാടം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കേൾക്കുക, പാരായണം ചെയ്യുക, മനപ്പാടമാക്കുക. നാലാമത്തേത് ഈ പറഞ്ഞ തദബ്ബുറുൽ ഖുർആൻ. ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക. ഒരായത്തന്നെ പലതവണ അതിന്റെ ആശയം അർത്ഥമൊക്കെ ആലോചിച്ച് വീണ്ടും ആലോചിച്ചൊക്കെ പാരായണം ചെയ്തത് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഞ്ചാമത്തേത് എന്താണെന്നോ, ഖുർആനിന്റെ പാഠഭാഗങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉടനെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ, നടപ്പിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ 5 രീതിയിലാണ് ഖുർആനിനെ ഒരു വിശ്വാസി സമീപിക്കേണ്ടത്. അങ്ങനെ സമീപിച്ചാൽ നമ്മൾ ആരാവുകയില്ല? സുമ്മാവുകയില്ല, ഉമ്മിയാനാവുകയില്ല. നമ്മൾ അന്ധരാവുകയില്ല, ബധിരരാവുകയില്ല. അപ്പൊ ഖുർആനിനെ നമ്മൾ സമീപിക്കേണ്ടത് ഈ 5 തലങ്ങളിലാകണമെന്ന് ആരാ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഖുർആന്റെ ആയത്തുകളിലൂടെയാണ് ഈ സാഹചര്യങ്ങളൊക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരാവുകയില്ല? സുമ്മാവുകയില്ല, ഉമ്മിയാനാവുകയില്ല. ഇനി ആയത്തൊന്ന് നോക്കൂ. വല്ലദീന ഇദാ ദുഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാന. അന്ധരും ബധിരരുമായി അതിൽ മുഖം കുത്തി വീഴുന്നവരാവുകയില്ല ആര്? വിശ്വാസം. ഖുർആനിന്റെ ഓരോ ആയത്തുകളിൽ നിന്നും ഈ 5 തലങ്ങളിലും അവർ കിട്ടേണ്ട ഗുണങ്ങളൊക്കെ നേടുന്നവരായിരിക്കും ആര്? വിശ്വാസം. ഈ ആയത്തുകൾ വേണമല്ലോ.
والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് അവർ, ഇങ്ങനെ പറയുന്നവരാണ്. വല്ലദീന യഖൂലൂന വല്ലദീന യദഊന, അവർ ദുആരക്കുന്നവരാണ്. എന്താണ് അവരുടെ പ്രാർത്ഥന? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് ഗിഫ്റ്റായി നൽകണമേ. വഹബ യഹിബു എന്ന് പറഞ്ഞാൽ എന്താ? ഹിബത്ത്, ഹിബത്ത് ഗിഫ്റ്റ്, സമ്മാനം. നീ ഞങ്ങൾക്ക് സമ്മാനം നൽകണമേ. ഹബ് ലനാ, എന്താണ് നിന്റെ വക സമ്മാനം ഞങ്ങൾക്ക് നൽകേണ്ടത്? മിൻ അസ്വാജിന, നിങ്ങളുടെ ഇണകളിൽ നിന്ന്. ഇണ, ഭാര്യ എന്ന് പ്രാർത്ഥിക്കുമ്പോ ഭർത്താവ്, ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോ ഭാര്യ. ഇണകളിൽ നിന്ന് കിട്ടണം, ഇണകളിൽ നിന്ന് ഇണകൾക്ക് കിട്ടാൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന്. ദുർരിയത്ത് എന്ന പദത്തിന്റെ അർത്ഥം ശരിക്കും എന്താ? നമ്മുടെ മക്കള്, മക്കളെ മക്കള്, മക്കളെ മക്കളെ അങ്ങനെ പോകുന്ന സന്താന പരമ്പര ഉണ്ടല്ലോ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് മാത്രം പോലെ ദുർരിയത്തിനും വേണം. നമ്മൾ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണ്. അവിശ്വാസികളായി വരുന്ന, നമ്മൾ കാണാത്ത, നമ്മൾ മണ്ണടിഞ്ഞത് പോയാലും നമുക്ക് ശേഷം വരുന്ന നമ്മുടെ പിൻഗാമികളായ ആ സന്താന പരമ്പരകളിലും നമുക്കെന്ത് വേണം? അങ്ങനെ എങ്ങനെയാണ് നമുക്ക് കൺകുളിർമ കിട്ടുക? കാണുമ്പോ കിട്ടുന്ന കുളിർമ മാത്രമല്ല, കൺകുളിർമ. കാണുമ്പോൾ കിട്ടുന്നത് മാത്രമല്ല, നിനക്ക് നേരെ അനുഭവിക്കുന്നത് മാത്രമല്ലാതെ പിൽക്കാലത്ത് നമുക്ക് കിട്ടുന്ന തുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന സൗഭാഗ്യവും അവരുടെ സൽപ്രവർത്തനങ്ങൾ മുഖേന അവരുടെ മാതാപിതാക്കൾക്ക് പിൽക്കാലത്ത് കിട്ടുന്ന ഈ സൗഭാഗ്യവും ഒക്കെ എന്തിൽപ്പെടും? ഖുർറത്ത് അയ്നിൽപ്പെടും. പിന്നെ പറയുന്ന നോക്കൂ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വജഅൽനാ ലിൽമുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഇമാമുകളാക്കി തീർക്കണമേ ഞങ്ങളെ. ഇമാമ എവിടെ നിൽക്കുക? ഇമാം എപ്പോഴും എവിടെ നിൽക്കുക? മുന്നിൽ നിൽക്കുക, ബാക്കിലല്ലല്ലോ, മുന്നിൽ. ആ മുത്തഖീങ്ങളായ ആളുകളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റണേ എന്ന് ഇതുവരെ. മുത്തഖി ആയാലും പോരാ, മുത്തഖീങ്ങളുടെ ഇമാമ. അപ്പൊ എത്ര ഇമാമ ഉണ്ടാകുക? എത്ര ഇമാമ ഉണ്ടാകുക? എല്ലാവരും ഇത് പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും ആരാകണം? അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത് ഓരോ വിശ്വാസിയും നേടിയെടുക്കേണ്ടതാണ്. മുഅ്മിന് നേടിയെടുക്കേണ്ടതാണ്, മുഅ്മിനത്തും നേടിയെടുക്കേണ്ടതാണ്. ഈ പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തുണ്ടാകുന്ന? ഓരോ ദിവസവും നമ്മൾ വളർച്ച ഉണ്ടാകും. നമ്മൾ വളരുന്നുണ്ട്, നമ്മൾ തളരുന്നുണ്ട് അല്ലേ? പ്രായം ചെലപ്പോ അറാൻ സാഹിബ് പറയുന്ന പ്രായം ഇങ്ങനെ ആകുന്നുണ്ട്. ഈമാനികമായി വളരണം, വൈജ്ഞാനികമായി വളരണം, ധാർമ്മികമായി വളരണം. നമ്മുടെ നിസ്കാരത്തിലെ ഖുശൂഇന് വളർച്ച ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്ന ഓരോ ആരാധനാ കർമ്മങ്ങളിലും തഖ്വാ ബോധത്തിന് വളർച്ച ഉണ്ടാകണം. വളരണ്ടേ? അങ്ങനെ വളർന്നാലാണ് നമ്മൾ ആരാകുക? ഇമാമാകുക. ഒരാളെ മൂപ്പരെ ഇമാമാക്കാം നമുക്ക് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ യോഗ്യത നമ്മൾ നേടണ്ടേ? ആ യോഗ്യത നമ്മൾ നേടണ്ടേ? ഇത് പഠിച്ചവനോട് ആത്മാർത്ഥമായാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അല്ലാഹുവേ, മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണേ. അപ്പൊ പിന്നക്ക് പോകേണ്ടത്, പിന്നക്ക് പോകാണ് വേണ്ടത്. നിസ്കാരത്തില് നമ്മൾ അവിടെ ഉണ്ടാകണം,
ആ ഭാഗമൊക്കെ കേട്ടു 15 മിനിറ്റ് ഉണ്ടല്ലോ, അവിടെ എത്തിയാൽ മതി എന്നാ വിചാരിക്കാൻ. ഒന്നാമത്തെ എല്ലാ നല്ല കാര്യങ്ങൾക്കും മത്സരത്തോടുകൂടി മത്സരബുദ്ധിയോടുകൂടി മുന്നിൽ വരുന്ന ആളുകളായിരിക്കണം. അതിലാണ് നമ്മൾ ധൃതിപ്പെട്ട് വരേണ്ടത് എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മളെ ഇമാമമാരാക്കാനുള്ള പരിശ്രമങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥന. ഇതിപ്പോ ഒരു ദിവസം ചുരുങ്ങിയത് 2-3 തവണ എന്തെങ്കിലും, ഒരു 5 തവണ എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കൂലേ? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ഖുർറത അയ്യുനിന്റെ ഭാഗമായി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്തു? നിലച്ചു പോയി. മരിച്ചാൽ കർമ്മം ചെയ്യാൻ കഴിയില്ല. മരിക്കുന്നത് വരെ നമുക്ക് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കാം. ശ്വാസം അടങ്ങിയാലോ അമല് പിന്നെ നമുക്ക് നമ്മളത് വേറെ ആരുടെങ്കിലും ചെയ്ത് നമുക്ക് കിട്ടുമോ? കിട്ടും. ആ കാര്യമാണ്. അത് നമ്മൾ ചെയ്തതിന്റെ കൂടി ബാക്കിയാണ്. സൂറ യാസീനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. നിശ്ചയമായും നാം ആകുന്നു മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നത്. വനക്തുബു, നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മാ ഖദ്ദമു, ആ മനുഷ്യന്മാർ മുൻകൂട്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്? രേഖപ്പെടുത്തും. അവർ മരിച്ചു കഴിഞ്ഞാലോ അവരുടെ ആസാറുകൾ, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ ചെയ്തു വച്ചിട്ടുള്ള സുഹൃതങ്ങൾ, നമ്മൾ മരിച്ചാലും ഒരിക്കലും മരിക്കാത്ത നമ്മുടെ ആത്മാവിന് ശാന്തി നൽകി നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അമലുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ. 3 കർമ്മങ്ങൾ ഒഴികെ മറ്റെല്ലാം എന്ത് ചെയ്തു? നിലച്ചു പോയി. നിലക്കാത്ത 3 കർമ്മങ്ങൾ ഒന്നെന്താണോ? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്വർത്തനായ സന്തതി. വലത് എന്ന് പറഞ്ഞാൽ ഓരോ ആൺകുട്ടി മാത്രമല്ല, എല്ലാ കുട്ടികളും മക്കൾ, ആണായാലും പെണ്ണായാലും. വലതുൻ സ്വാലിഹുൻ, നമ്മൾ മരിച്ചാലും നമ്മളെ ഓർത്ത് ദുആ ചെയ്യുന്ന സദ്വൃത്തരായ സന്തതികൾ ഉണ്ടാവുക. അവരുടെ ദുആ പ്രാർത്ഥന ആർക്ക് ഗുണം ചെയ്യും? മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യും. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ എല്ലാ ശ്രേണിയിലും പെട്ട ആളുകളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന അൽഅഹ്യാഇ മിൻഹും. അതെല്ലാം പെട്ടതാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും. ഈ ദുആ നമ്മൾ ഇവിടുന്ന് ദുആ എടുക്കുമ്പോൾ ഇന്ന് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥന. എവിടേക്കാണ് അതിന്റെ ആശയം നമ്മൾ ആലോചിച്ചു. മരിച്ചു പോയത് എന്ന് പറയുമ്പോ ഏത് സമൂഹം? ആദിമ സമൂഹങ്ങളിലേക്ക് വരെ നമ്മുടെ പ്രാർത്ഥനത്തിൽ ഇത്ര വിശാലമായ മനസ്സിന്റെ ഉടമയാണ് ആര്? ഒരു വിശ്വാസം. നമ്മുടെ മരിച്ചവർക്ക് വേണ്ടിയുള്ളത്. രണ്ടാമത്തേത് പറയുന്നത് നമ്മുടെ മരണത്തിന് ശേഷവും നമുക്ക് ഉപകരിക്കുന്ന വിജ്ഞാനം.
നമ്മളിപ്പോൾ ആരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്? അപ്പൊ ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിക്കും, മക്കളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? നമ്മൾ പല ആയത്തുകളും സൂറത്തുകളും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മിക്കവാറും കുട്ടികളൊക്കെ പഠിച്ചത് ആര് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും? ഉമ്മമാരും ഉപ്പമാരൊക്കെ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ആയത്തുൽ കുർസി അതേപോലെയുള്ള ആയത്തുകളൊക്കെ ഈ മക്കൾ അത് ഉരുവിടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ചൊല്ലുമ്പോഴും ഒക്കെ അതിൻ്റെ പ്രതിഫലമാർക്ക് കിട്ടും. അത് പഠിപ്പിച്ച ആളുകൾക്ക് കിട്ടും. അതിന് ഉസ്താദുമാര് മാത്രമാകണ്ട, നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ മക്കൾക്ക്. ഇതേപോലെ ദുആകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അൽഫിത്രിയിൽ ചേർത്തിട്ട് അവിടുന്ന് ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുക്കുന്നു വരുത്തി നിൽക്കണ്ട. ഞാൻ അൽഫിത്രക്കെതിരായി ഇവിടെ ക്ലാസ് എടുത്തെന്ന് പറയുമ്പോൾ എന്തിനല്ലോ. അതായത് എല്ലാം 3 വയസ്സായതിന് അൽഫിത്രി ചേർത്താൻ്റെ കുട്ടി എല്ലാ ദുആയും പഠിക്കും. നമ്മളെ മക്കൾ പഠിക്കേണ്ടത് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോ കുട്ടികൾ നിഴല് പോലെ നമ്മളെ പിന്തുടരുന്ന കണ്ടില്ലേ? നമ്മൾ പറയുന്നതൊക്കെ പറയുന്നത് കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മളെ മക്കൾ 3-ാം വയസ്സിൽ പഠിക്കേണ്ടത് അൽഫിത്രി എന്നല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്യൂഷൻ ക്ലാസ് എന്നല്ല. മാതാപിതാക്കൾ ചൊല്ലുന്ന അവരുടെ വായിലൂടെ പുറത്തു വരുന്ന ദിക്റുകളാകണം, പ്രാർത്ഥനകളാണ് നമ്മുടെ മക്കൾക്ക് മാതൃക. അത് കേട്ടവന് പഠിക്കട്ടെ, അതിന്റെ കൂലിയാർക്ക് കിട്ടും. ഞാൻ എൻ്റെ അമ്മാന്റെ അടുത്തുനിന്ന് ആ ദുആ പഠിച്ചത്, എൻ്റെ ഉപ്പാന്റെ അടുത്തുനിന്ന് ആ ദുആ പഠിച്ചത്, ഇന്ന ആയത്ത് ഞാൻ എൻ്റെ ഉമ്മ പഠിപ്പിച്ചിട്ട് പഠിച്ചതാണ്, എൻ്റെ ഉപ്പ തന്നിട്ട് പഠിപ്പിച്ചു തന്നിട്ട് പഠിച്ചതാണെന്ന് പറയുമ്പോൾ ആ ഉപകാരം ആർക്ക് കിട്ടണം? നമുക്ക് കിട്ടണ്ടേ? ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പഠിപ്പിക്കട്ടെ. ദുആകൾ കൂടുതൽ നമ്മൾ പഠിപ്പിക്കുക. ഈ സൂറന്റെ അവസാനം പറയുന്നത് നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ എന്തില്ല, നിങ്ങൾ പരിഗണിക്കൂല പഠിച്ചോ. ഈ മഴയൊക്കെ കിട്ടാതെ നിൽക്കുന്നു. ഈ ഇത്ര അധികം ഉഷ്ണവും ചൂടൊക്കെ ഉണ്ടായിട്ടും മനുഷ്യന്റെ കയ്യിൽ അള്ളാന്റെ നേരെ ഒന്ന് ഉയർത്താനും മനസ്സ് അള്ളാന്റെ നേരെ ഒന്ന് തിരിക്കാനും നേരല്ല. മനുഷ്യൻ പ്രാർത്ഥിക്കണില്ലല്ലോ. ഇസ്തിഗ്ഫാർ, ദുആ, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ അവസ്ഥക്ക് എന്ത് ചെയ്യണം? മാറണം. ഇവിടെ നോക്കൂ, 3-ാമത് പറയുന്നത് സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ സ്വതക്ക. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ജാരിയായ ഒരു സ്വതക്ക നൽകാൻ നമുക്ക് കഴിയും. എൻ്റെ വക ഒരു കിണറുണ്ടാവണം, എൻ്റെ വക ഒരു പള്ളി മുഴുവെടുത്ത് കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഒരു മുസല്ലന്റെ അല്ലെങ്കിൽ ഒരു പള്ളിക്ക് ഒരു സ്ക്വയർ ഫീറ്റിന്റെ അത്ര എന്തെങ്കിലും എൻ്റെ വക ജാരിയായ സ്വതക്ക. എത്ര ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അതിലൊക്കെ എൻ്റെ ഒരു കയ്യൊപ്പ്, എൻ്റെ ഒരു ആധാർ, ഞാൻ മരിച്ചാൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു ആധാർ ഉണ്ടാകണമെന്നൊരു ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു റോഡ് പോകുന്നു, എൻ്റെ സ്ഥലത്തിന്റെ മുൻകൂടെ പോകുന്നത്, കുറച്ച് സ്ഥലം പറ്റുവരാൻ ചോദിക്കുകയാണ് ആളുകൾ. എൻ്റെ വക കിടക്കട്ടെ. എത്രയാണ് റോഡിന് വേണ്ട സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കും? ഒരു വഴിക്ക് വേണ്ട സ്ഥലം ചിലപ്പോൾ ഒരു അടിയൊക്കെ കൊടുത്താൽ മതി. അതിനൊക്കെ പിശുക്ക് കാണിക്കുന്ന ഒരടി സ്ഥലം കൊടുത്താൽ ഒരു ഓട്ടോറിക്ഷ അതിനോട് പോകാം. ഒരു ഓട്ടോറിക്ഷക്കാണ് പോകുകയാണെങ്കിലോ അതിന് ആ വഴിയിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ, ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ സൗകര്യം ഉണ്ടാവില്ല. അതുപോലും പിശുക്കി വെക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഓര് പോകുന്ന എവിടെയുള്ള സ്ഥലം, ഇവിടുത്തെ മക്കബറിന്റെ പേരെന്താ? കണ്ണമ്പറമ്പ്. അവിടെ എത്രയാ കിട്ടുന്നത്? അവിടെ നമുക്കൊരു 6 അടി മണ്ണല്ല, അതിലധികം കിട്ടുമോ? ഇല്ലല്ലോ. അതിനെ കാലാകാലം കിട്ടൂല. പഴകിയതൊക്കെ ഇത് മാന്തും അവിടെ കിട്ടൂല. ഇതൊക്കെ മനുഷ്യൻ ഇവിടെ ദ്രവിച്ചു പോകും. ഇതിനെ കുറിച്ചൊന്നും വിചാരമില്ലാതെയാണ് മനുഷ്യൻ കഴിഞ്ഞു പോകുന്നത്. അപ്പൊ എന്ത് വേണം? ഈ ദുആ നമ്മള് ഇവിടെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളങ്ങൾ വേണം. മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കാനുള്ള യോഗ്യത നമുക്ക് കിട്ടാൻ വേണ്ടി അല്ലാഹുവോട് ദുആർന്ന് എപ്പോഴും ലീഡേഴ്സായി, ഇമാമുമാരായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ലീഡർഷിപ്പ് ക്വാളിറ്റി
എല്ലാ രീതിയിലും നമ്മുടെ തഖ്വയിലും നമ്മുടെ ആരാധനകളിലും നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ സംസ്കാരത്തിലും സ്വഭാവ പെരുമാറ്റങ്ങളിലും ഒക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അവർക്കുള്ളതാണത്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സ്വബറൂ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. അത്തരത്തിലുള്ള ആളുകൾ യുജ്സൗനൽ ഗുർഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല സ്വർഗീയമായ മണിമാളികയാണ് ഒരുക്കി കൊടുക്കുന്നത്. ഗുർഫ എന്ന് പറഞ്ഞാൽ റൂമാണ് കേട്ടോ. സ്വർഗത്തിലൊരു ഭവനം കിട്ടണം എന്ന് ആരാ പറഞ്ഞത്? ഇബ്രാഹിം ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അവിടെ ഒരു ബൈത്ത് വേണം റബ്ബേ. ഈ ദുആ നമുക്കുണ്ടാകണം. ഇത്തരക്കാർക്ക് അല്ലാഹു പ്രതിഫലമായി അവർക്ക് നൽകപ്പെടും. ഉലൈക യുജ്സൗന, അത്തരക്കാർക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് എന്തായിരിക്കും? അൽ ഗുർഫ, ഈ സ്വർഗീയമായ ഭവനമായിരിക്കും. എന്തിനാലാണ്? ബിമാ സ്വബറൂ, അവർ ക്ഷമിച്ചതിന്റെ പേരിലാണ്. അപ്പൊ ഈ സ്വഭാവങ്ങളൊക്കെ നേടിയെടുക്കാൻ എന്ത് വേണം? നല്ല ക്ഷമ വേണം. എത്ര സ്വഭാവങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്? 9 ഗുണങ്ങളാണ്. ഇത് നേടണമെങ്കിൽ നല്ല ക്ഷമ വേണം. ബിമാ സ്വബറൂ വയുലഖൗന ഫീഹാ, ആ സ്വർഗീയ ഭവനത്തിൽ അവർ സ്വീകരിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കുമെന്നോ? തഹിയ്യതൻ വസലാമ, തഹിയ്യ അഭിവാദ്യത്തോടെ അവർ സ്വീകരിക്കപ്പെടുമോ? വസലാമ, അതേപോലെ തന്നെ സമാധാന ആശംസകളാൽ അവർ അവിടെ സ്വീകരിക്കപ്പെടും. സ്വർഗലോകത്ത് لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. സമാധാനാശംസകളോടുകൂടി അഭിവാദ്യം നൽകപ്പെട്ടുകൊണ്ട് മലക്കുകളായിരിക്കും. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ നേരെ പ്രവേശിച്ചടുക്കും. സലാമുൻ അലൈക്കും ബിമാ സ്വബർതും. മലക്കുകൾ എന്താ പറയുന്നത്? ഇത് നിങ്ങൾ നേടിയത് ബിമാ സ്വബറു, നല്ല ക്ഷമ വേണം ഇത് കിട്ടാൻ. ഈ യോഗ്യതകൾ നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ക്ഷമിച്ച് നേടേണ്ടതുണ്ട്. സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖബദ്ദാർ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗ്ഗം എത്ര നല്ല ഭവനമാകുന്നു. ഖാലിദീന ഫീഹാ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഹസ്സുനത് മുസ്തഖറ, എത്ര നല്ല താവളമാണത്. വമുഖാമ, എത്ര നല്ല പാർപ്പിടമാണത്. ഏത്? സ്വർഗ്ഗം. ഹസ്സുനത് മുസ്തഖറ വമുഖാമ. ഖുൽ, നബിയെ നിങ്ങൾ പ്രസ്താവിക്കുക, മാ യഅബഉ ബികും റബ്ബി, നിങ്ങളുടെ റബ്ബ് മാ എന്ന് രണ്ടർത്ഥത്തിൽ പറയുന്നു. എന്ത് പരിഗണിക്കാനാണ്? മാ എന്ത് എന്നർത്ഥത്തിൽ? മാ യഅബഉ ബികും, നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ്? റബ്ബി, ആര്? എന്റെ റബ്ബ് നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ്? ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ. റബ്ബ് നമ്മളെ പരിഗണിക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? പ്രാർത്ഥിച്ച് അല്ലാഹുവിനോട് തേടി ഇരന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ മുൻപിൽ സമർപ്പിക്കണം. എന്നാൽ തന്നെ നമ്മുടെ റബ്ബ് നമ്മളെ പരിഗണിക്കുകയുള്ളൂ. ദുആ എന്നുള്ളതിന് ഇബാദത്ത്. ദുആ എന്താണ്? അദ്ദുആ ഹുവൽ ഇബാദ. വഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ഇബാദത്തുകും. പ്രാർത്ഥന എന്താണ്? ഇബാദത്ത്. നിങ്ങളുടെ ഇബാദത്തില്ല എങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്ത് പരിഗണിക്കാനാണ് നിങ്ങളുടെ റബ്ബ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഫഖദ് കദ്ദബതും
അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിത ദൗത്യത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്? കളവാക്കുകയാണ്, നിങ്ങൾ നിഷേധിച്ചു തള്ളിയിരിക്കുകയാണ്. അതിനാൽ ആ സത്യനിഷേധത്തിനുള്ള ശിക്ഷ അവന് നിർബന്ധമായി ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളെയും അവന്റെ ശാസനകളെയും പരമാവധി ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, കരുണാമയനേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ പറ്റിപ്പോയ തെറ്റുകൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് രോഗത്തിന്റെ പ്രയാസങ്ങളും വേദനകളും സഹിക്കുന്ന എല്ലാ ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരൻ നിയാസ്, അദ്ദേഹം ഒരു ചികിത്സയിലൊക്കെയാണ്. അദ്ദേഹം അടക്കമുള്ള നമ്മുടെ എല്ലാ സഹോദരികളുടെയും രോഗത്തിന് പരിപൂർണ ശിക്ഷയും ശമനവും സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ കാരുണ്യവർഷമായ മഴയെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഒരിക്കലും നൽകി ഞങ്ങളെ പരീക്ഷിക്കരുതേ. നിന്റെ കാരുണ്യവർഷമാകുന്ന മഴ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, സുഭിക്ഷവും സുലഭവും സമൃദ്ധവും സമാധാനപൂർണവുമായ മഴ ഞങ്ങൾക്ക് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. اللهم أغثنا غيثا مغيثا، اللهم أغثنا غيثا مغيثا، اللهم أغثنا غيثا مغيثا، اللهم أغثنا غيثا مغيثا هنيئا مريئا غدقا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.